മനുഷ്യരിൽ എല്ലാ ഓരോ 1000-ലും ഒന്നു മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അല്ലാഹുവിൻ്റെ സമ്മതപത്രമായ അദ്ദിഖർ കൊണ്ട് വിശ്വാസിയായ ആ ഒന്നൊഴിച്ചുള്ള പ്രവാചകന്റെ ജനതയിൽ നിന്നുള്ള ഗ്രന്ഥം ലഭിച്ച ബാക്കി 999 നരകഗർത്തത്തിലേക്കുള്ളവരാണ്. ഇന്ന് ലോകത്തെവിടെയും വിശ്വാസികളുടെ സംഘമില്ല. അതുകൊണ്ട് താഴെ പറയുന്ന കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിയെയും സ്വയം തിരിച്ചറിയാൻ സഹായിക്കുന്നതിലൂടെ മാത്രമേ മാനുഷിക ഐക്യം രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവും ജീവനും അടങ്ങിയ റൂഹ് പ്രപഞ്ചനാഥനിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിയുക. ആത്മാവിന് സഞ്ചരിക്കാനുള്ള വാഹനമായ ശരീരം മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജങ്ങൾ കൂട്ടിയോജിപ്പിച്ച് സർവ്വസൃഷ്ടാവ് വികസിപ്പിച്ചുണ്ടാക്കിയ മൺകൂടം മാത്രമാണെന്ന് തിരിച്ചറിയുക. ഒരു മനുഷ്യനും അവന് ജനിക്കാനും മരിക്കാനുമുള്ള കാലഘട്ടം, ദേശം, വംശം, സ്ഥലം, മതം, ജാതി, ലിംഗം, വർണ്ണം തുടങ്ങിയവയൊന്നും തിരഞ്ഞെടുക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല എന്ന് തിരിച്ചറിയുക. ഓരോരുത്തരും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയായ ഇസ്ലാമിലാണ്. 15 വയസ്സിന് മുൻപ് മരണപ്പെടുന്ന ഏതൊരാളും വന്ന സ്ഥലമായ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. 15 വയസ്സിനു ശേഷം സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാളും ജീവിതത്തിൻ്റെ 4ാം ഘട്ടമായ ഐഹിക ജീവിതത്തിൽ അദ്ദിഖറിനെ മുറുകെ പിടിക്കുകയും അൽ-ഹഖ 48, മുസമ്മിൽ 19, ഇൻസാൻ 29 എന്നീ സൂക്തങ്ങളെ സത്യപ്പെടുത്തും വിധം അതിനെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ആലിമ്രാൻ 19, 84, 85, അറൂം 30 എന്നീ സൂക്തങ്ങളിൽ പറഞ്ഞ പ്രകാരം ആദിമനുഷ്യൻ ആദം മുതൽ അന്ത്യനാൾ വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടാവ് തൃപ്തിപ്പെട്ട് പ്രകൃതിമതമായ ഒരേ ജീവിത വ്യവസ്ഥയാണ്. എപ്പോഴും എവിടെയും സൃഷ്ടാവിന് സമർപ്പിച്ചുകൊണ്ടുള്ള അഥവാ വേദഗ്രന്ഥത്തിൻ്റെ തണലിലുള്ള ജീവിതമാണത്. എല്ലാ ജീവജാലങ്ങളും എൻ്റെ ഉടമയായ നാഥനിൽ നിന്നുള്ളവരാണെന്ന് അംഗീകരിച്ചുകൊണ്ട് കഴിയുന്നത്ര ഉപകാരം അവർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഉപദ്രവമൊന്നും ചെയ്യാതെ ജീവിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. അപ്പോൾ മാത്രമാണ് ഇസ്ലാം ശാന്തിയും സമാധാനവും പുലരുക. അറിഞ്ഞിരിക്കുക, അദ്ദിഖർ കൊണ്ട് സൃഷ്ടാവിനെ സ്മരിച്ചുകൊണ്ടുള്ള ജീവിതം വഴി ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണെന്ന് അർ-റഅദ് 28 പറഞ്ഞിട്ടുണ്ട്. ശാന്തി നേടിയ ആത്മാവ് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഫജ്ർ 27:30 മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിഷ്പക്ഷവാനായ നാഥൻ ഒരാളെയും സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അയക്കുകയില്ല. അതുകൊണ്ട് ആലിമ്രാൻ 136, അഅറാഫ് 43, സജദ 19 എന്നീ സൂക്തങ്ങൾ പ്രകാരം ആരാണോ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് അവർ 4ാം ഘട്ടമായ ഇവിടെ വെച്ച് സ്വർഗം പണിയുകയും 7ാം ഘട്ടത്തിൽ അവർ പണിത സ്വർഗം അനന്തരമെടുക്കുകയും ചെയ്യുന്നതാണ്. ത്രികാലജ്ഞാനിയായ അല്ലാഹു എല്ലാവരുടെയും കർമ്മരേഖ സോഫ്റ്റ്വെയർ അവരുടെ പിരടിയിൽ ബന്ധിച്ചിട്ടുണ്ട്. വിധി ദിവസത്തിൽ അത് ഒരു തുറന്ന പുസ്തകമായി പുറത്തെടുത്തു കൊടുക്കപ്പെടുമെന്നും നീ നിന്റെ ഗ്രന്ഥം വായിക്കുക, ഇന്നേ ദിനം നിന്റെ വിചാരണ നടത്താൻ നീ തന്നെ ഏറ്റവും മതിയായവനാകുന്നു എന്ന് പറയപ്പെടുന്നതാണ് എന്ന് ഇസ്രാ 13-14, കഹ്ഫ് 49, മുഅ്മിനൂൻ 62, 63, യാസീൻ 12, ജാസിയ 28-29, മുജാദില 6, നബ 21-30 എന്നീ സൂക്തങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസി അല്ലാഹുവിനെ നിഷ്പക്ഷവനായി പരിഗണിക്കുകയും ഉറപ്പു നൽകുന്ന സത്യമായ അദ്ദിഖറിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നതും അങ്ങനെ ദൃഢബോധ്യമുള്ളവരായി തീരുന്നതുമാണ്.